രാജാ ദേവ് ഖൈ ಅಂಗಡಿಯಿಂದ ಚಾಂಗ್ ತೆರಕಿದು ಒಪ್ಪು ಊಟಿಕೋನೆ ತೊಲು കൊത്തമ്പരി സാമ്പാറാച്ചോ ചാങ് പൊറുമുളു കമ്മത്തിന്റെ ദോശയുടെ രുചി പാൽക്കാട്ടുകാർക്ക് ഇഷ്ടമായി നല്ല ജോർ ജോർ കച്ചവടമാണ് അടുത്ത കട കോയമ്പത്തൂർ ഇത്യാരെ കഷ്ടകാൻ സമ്പാദിച്ചു കർത്താ സമ്പാദിക്കാനല്ല കമ്മത്തിന്റെ ഭക്ഷണത്തിന്റെ രുചി ലോകമാകമാനം അറിയണം അതാണ് നമ്മളുടെ ഗുണം രാജാ ആരോ ഒരുത്തൻ അപ്പുറത്തെ വീട്ടിന്റെ മതിലിരിക്കുന്നു പല കള്ളന്മാരുമായിരിക്കും അത് ആ മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീടാണ് അഹങ്കാരി അനുഭവിക്കട്ടെ ലഗ്ഗികർ കറാ പത്തേലാരി അമ്മിനെ വെച്ച് ഓങ്കാ തൂച്ചും ചോയ് സെല്ല് അയാൾ മത്തിൽ പൊക്കി സാടി നീ ഉച്ച വെക്ക് ഉച്ച വെച്ചാൽ അവൻ രക്ഷപ്പെടും എന്തൊരു ശബ്ദം വീട്ടിൽ കല്ലെറിഞ്ഞു ഞാൻ കുളിക്കാൻ പോകുമ്പോഴും ഒരുത്തരാ മതിന്റെ പൊക്കത്തുണ്ടായിരുന്നു എന്നിട്ട് എന്താ അപ്പൊ പറയാ ഞാൻ വിചാരിച്ചെന്റെ കുളിസീൻ കാണാൻ വന്നതായിരിക്കും കള്ളന്മാർ വരുന്നേ കള്ളന്മാർ വരുന്നേ തന്റെ തല ഈ കല്ലുകൊണ്ട് നമ്മൾ തള്ളി പൊട്ടിക്കും നോക്കി ഹലോ പോലീസ് സ്റ്റേഷൻ അപ്പുറത്തെ വീട്ടിലെ കമ്മത്ത് ഞങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞു അയാൾ ഈ പരിസരത്ത് എവിടെയുണ്ട് പോയി നോക്കടോ സാറേ ഇയാളാണ് കള്ളൻ പത്രോസ് ഇയാളാണ് വീടിന് കല്ലെറിയാൻ കൊടുത്തത് ഇപ്പൊ അങ്ങനായോ എന്റെ സാറേ ഞാനല്ല ഈ കമ്മത്ത് തന്നെയാണ് അറിഞ്ഞത് കള്ളൻ പറഞ്ഞാൽ തന്റെ ബോൾ കാട്ടി നമ്മൾ സൗട്ടി പൊട്ടി ഒന്നുമല്ല സാറേ ഈ കമ്മത്ത് കല്ലെറിയുന്നത് ഞാൻ കണ്ടതാ എങ്കിൽ പിന്നെ ഇയാൾ എന്തിനാണ് ഇവിടെ വരാൻ കൊടുത്തത് അത് ഞാൻ കക്കാൻ കയറി അത് ശരി മാഡം നമ്മൾ ചെയ്യുന്നത് ഉപകാരമാണ് മാഡം അത് മനസ്സിലാക്കണം മതി മതി പോയി വണ്ടി കയറ പോയി വണ്ടിയിൽ കയറടോ കള്ള നീയും കൂടി കേറടാ കള്ളന്മാർ എനിക്ക് സൈഡ് സീറ്റ് വേണേ സൈഡ് സീറ്റ് കേറടാ സാക്ഷിയെ പ്രത്യേകം നിയമമില്ല കേട്ടോ സാറേ നിയമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട കേറ് ഓ സാറേ ഇവിടെ ഇവിടെ വലിയ വലുതുകാലം വെച്ചിറങ്ങാം ഈ ആളെ എന്തിനാണ് ജയിലിലിട്ടത് അനധികൃതമായി മദ്യം വിറ്റതിന്റെ പേരിൽ അനിയനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു എല്ലാവരും ഉണ്ടല്ലോ ഇരിക്കലൊക്കെ പിന്നെ മാറ് അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ് എന്താണ് സാർ പ്രശ്നം ഡ്രൈഡേയിൽ നിങ്ങൾ ഇവിടെ മദ്യം സപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ കോൺസ്റ്റബിൾ സർ വിജയ് വെങ്കട്പതി ഇത് നമ്മളുടേതല്ല പുറത്ത് നിന്ന് വന്ന കള്ളാണ് അയ്യോ അല്ല സാർ ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാ ഇരട്ടി വിലയും കൊടുത്തു കള്ളം പറയുന്നുണ്ട് കൽക്കുടിയന്മാരെ നടക്കണോ നടക്ക ഇവിടെ കിടന്ന് ചീറ്റണ്ട അതൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി അത് ശരി ഹോൾസെയിൽ ആണ് ഇതെന്താണിത് പോലീസുകാരന്മാരെ നമ്മളിവിടെ കൽവെൽമാൻ കൊടുത്തിട്ടില്ല അനധികൃതമായി കള്ള് വിറ്റ കുറ്റത്തിന് ജൂനിയർ കമ്പത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇയാളുടെ പേരുള്ള ചാർജ് എന്താ മുനിസിപ്പൽ സെക്രട്ടറിയുടെ വീട് ആക്രമിച്ച കേസ് കൂട്ടുപ്രതി കള്ളം പത്രോസ് നന്നായി നാളെ പത്രക്കാർക്ക് ഒരു വാർത്തയിൽ കമ്മത്തുമാർ ഒരുമിച്ച് ഈ സെല്ലി കിടക്കട്ടെ രാജശേഖര ആ തൊണ്ടി മുതൽ ഒരിടത്ത് അകത്തോട്ട് വെച്ചേ കമ്മത്തുമാരൊന്ന് ചവിട്ടി തിരുമണമെങ്കിൽ രണ്ടെണ്ണം അകത്ത് ചെല്ലണം എന്റെ മുതലാളിമാരുടെ ദേഹത്ത് ഒരു പോറല് വീണ നിന്റെ കുടുംബടക്കെല്ലാത്തിനും ചവിട്ടി കൊല്ലും ഞാൻ ഗോപിക്ക് മുകളിൽ ആകാശം താഴെ ഭൂമി അതിന് സെൻട്രൽ ജയിലിലായാലും അങ്ങനെ തന്നെയാ രാത്രി ഏകദേശം 10:30 മണിയോടുകൂടിയാണ് എന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ആ സമയം കളവിന് കയറിയ കള്ളം പത്രോസിന്റെ മൊഴി നിർണായകമാണ് എന്റെ വാർഡിലെ ഹോട്ടലിൽ തന്നെയാണ് ഈ അനധികൃത മദ്യവിൽപ്പന നടന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ് ഹോട്ടൽ വ്യാപാരി അസോസിയേഷൻ പ്രസിഡന്റ് നിലയിൽ താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്ത് അഭിപ്രായമാണുള്ളത് ഇത് ഞമ്മക്കും അപമാനമാണ് കമ്മത്തുമാരുടെ മറ്റു ഹോട്ടലുകളെല്ലാം പൂട്ടിക്കാനാണ് അസോസിയേഷൻ തീരുമാനം എന്തേ എന്താണോ കമ്മത്തന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം സർ ഇതാണ് ചാർജ് കമ്മത്തെ
നമസ്കാരം. അവരെന്റെ റൂമിലേക്ക് ഉണ്ട് സർ. ഒരു നമസ്കാരം കൂടി. എന്താടോ ഇതൊക്കെ? ഇതിനൊന്നും കൂട്ടു നിൽക്കാനാവില്ല എനിക്ക്. സർ അങ്ങനെ പറയരുത്. നമ്മൾ കമ്മത്മാർ ഗൗഡ സാരസ്വത ബ്രാഹ്മണന്മാരാണ്. നമ്മൾ കള്ളം പറയാറില്ല, കള്ള് കച്ചവടം നടത്താറില്ല. ഇത് സതിയാണ് സാറേ. നമ്മളുടെ ആൾക്കാർ ആരും മതിൽ പൊക്കി നോക്കാൻ കൊടുക്കാറില്ല. ആരോ ഓർക്കേ കെണി നമ്മൾ അതിൽ പെടാൻ കൊടുത്തു. സത്യമായിരിക്കാം, പക്ഷെ തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. ആ കള്ളം പത്രോസ് അവന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അയാൾ ഒരു കള്ള തിരുമാലിയാണ് സാർ. അയാളെ നോക്കി ഒന്ന് കണ്ണു ഉരുട്ടിയാൽ മതി, സംഗതി പറയാൻ കൊടുക്കും പുറത്ത്. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൊടുക്ക് സാറേ. അവ സത്യ പറയും. നീ സത്യക്രിസ്ത്യാനിയല്ലേ? അല്ല, ഞാൻ കള്ളം പത്രോസാ. ദോ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇടാ നീ നരകത്തിൽ പോവും. നീ സത്യം പറ. സെക്രട്ടറിയുടെ വീടിന് ആരാ കല്ലെറിഞ്ഞ്? ഈ കമ്മത്ത് സാറ്. വെങ്കട്പതി സാർ ഒരു ഡിവൈഎസ്പി ആണ്. നിങ്ങളെയാണോ കള്ളന്മാരെ ചോദ്യം ചെയ്യാൻ കൊടുക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ കള്ളന്മാർ സത്യം പറയില്ല. അതിന് വേറെ പണിയുണ്ട്. അയ്യോ, സത്യം പറയാൻ കൊടുക്കുന്നതാണ് തനിക്ക് നല്ലത്. അയ്യോ, ഇല്ലെങ്കിൽ തന്റെ തല പൊട്ടിച്ചിതറും. നോക്കി നിൽക്കുന്ന പൊട്ടിക്കണു. അവിടെ ഒരു മൊട്ടയും തലയും. പൊട്ടിച്ചാൽ പിന്നെ തലയില്ല നടക്കണായിരിക്കും തന്റെ തലവിധി. ഞാനെല്ലാം പറഞ്ഞോളാം. ഇയാൾക്ക് വേണ്ടിയാൽ പേടി അടിയാണ്. അടിച്ച് കൊല്ലുന്നത്. ഞാനെല്ലാം പറഞ്ഞോളാം. ഫോൺ എടുക്കും. ഫോൺ തരാൻ കൊടുക്കും. ഷൂട്ടിംഗ് ആണല്ലേ? ഞാനൊന്ന് റെഡി ആയിക്കോട്ടെ. തന്നെ ആരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ കൊടുത്തത്? തത്ത പറയണ പോലെ പറഞ്ഞാൽ നല്ല രസമാണ്. ഇത് എന്താണ്? തത്ത പറയുന്ന പോലെ പറയാൻ പറഞ്ഞു. നടന്നതെല്ലാം ഞാൻ പറയാം. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. കമ്മത്തുമാരുടെ ശ്രദ്ധയപ്പെടാൻ ഞാൻ 3-4 ദിവസമായിട്ട് സെക്രട്ടറിയുടെ വീടിന്റെ പരിസരത്ത് കാത്തു നിൽക്കുകയായിരുന്നു. സത്യം, ഇയാളൊരു ബുദ്ധിമാനായ കള്ളനാണ്. പറയാൻ കൊടുക്കടാ. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കാണിച്ച ഈ നീചമായ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ കിട്ടുന്നത് വരെ ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. കേസ് മറ്റൊരു വഴിത്തെരുവിലെത്തി. ഇതാ കള്ളം പത്രോസിന്റെ യഥാർത്ഥ മൊഴി. ഞാനാണ് കല്ലെറിഞ്ഞത്. സുലൈമാൻ സാഹിബിന് വേണ്ടിയിട്ട് കൗൺസിലർ കൊഴുവേലി സാറാ എനിക്ക് കാശ് തന്നത്. പോലീസ് പിടിക്കുന്നത് വരെ അവിടെ തന്നെ നിൽക്കണമെന്നും പോലീസ് ചോദിച്ചാൽ കമ്മത്തിന്റെ പേര് പറയണമെന്നും കൊഴുവേലി സാറ് പറഞ്ഞിരുന്നു. സത്യം. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കല്ലെറിഞ്ഞെന്ന്? ബഹുമാൻപ്പെട്ട കൗൺസിലറും ബഹുമാൻപ്പെട്ട സുലൈമാൻ സാഹിബും ഒന്ന് മുന്നോട്ട് വരാൻ കൊടുക്കണം. ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. അരെ ഗോപേ, കൊണ്ടുവരൂ. ഇത് നമ്മളുടെ ഹോട്ടലിൽ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്യുന്ന CCTV ക്യാമറ കാഴ്ചകളാണ്. ഒന്ന് കാണാൻ കൊടുക്കൂ. ഇത് തെളിവല്ലേ? തെളിവ്. ഇത് പുറത്തെ ക്യാമറ. ഇനി അകത്തെ ക്യാമറ വേറെ ഉണ്ട്. അയാളുടെ കാര്യം പോലീസുകാരന്മാർ നോക്കിക്കോളും. അതെ, പണി നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സെക്രട്ടറി മാഡം, ഒരു കാര്യം പറയാൻ കൊടുക്കാനുണ്ട്. നമ്മൾക്ക് മാഡത്തിനോട് ഒരു ശത്രുതയുമില്ല. ശത്രുത ഉണ്ടായിരുന്നെങ്കിൽ ആ കള്ളൻ പത്രോസ് കല്ലെറിഞ്ഞപ്പോൾ നമ്മൾ കൈകൂട്ടി സിറിച്ചാണേ 2 കൈയും. അയാൾപ്പക്കമല്ലട പോയി സഹായിക്കെന്ന് പറഞ്ഞു വിട്ടത് നമ്മളുടെ അമ്മയാണ്. നമ്മളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ആ അമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ വന്നു. മാഡം ആ കണ്ണുനീരിന് ഉത്തരം പറയാൻ കൊടുത്താൽ മതി. നമ്മളോട് വേണ്ട, ഈശ്വരനോട്. മാഡത്തിന് പോകാൻ കൊടുത്തോളൂ. സുലൈമാൻ സാഹിബേ, നമ്മൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്യാൻ കൊടുത്തത്? നമ്മൾക്ക് കച്ചവടം ചെയ്യാൻ ദോശയും ഇഡ്ലിയും സാമ്പാറും ഒക്കെ അല്ലേ ഉള്ളൂ. നിങ്ങൾ മുസ്ലിംസ് ആണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നത്. നിങ്ങളുടെ ബിരിയാണി, നെയ്സോറ്, പത്തിരി, മട്ടൻ കറി, ഉണ്ണക്കായും ഒക്കെ മറ്റൊരു ജാതിക്കും അവകാശപ്പെടാൻ പറ്റില്ല. സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന എല്ലാ ഇസ്ലാമിന്റെ കടയിലും മറ്റു ജാതിക്കാരുടെ വലിയ തിരക്കല്ലേ. അവർ വരാൻ കൊടുക്കണ്ടല്ലോ. അതറിയാമല്ലോ സാഹിബിന്. സാഹിബെ, 10 ദിവസം ബിരിയാണി തിന്നുന്നവൻ ഒരു ദിവസം ദോശ കഴിക്കാൻ കൊടുക്കട്ടെ. ഒരു ചേഞ്ച് ചെയ്യാൻ നല്ല രസമായിരിക്കും. സാഹിബിന്റെ തൽസരി ബിരിയാണിയെ വെല്ലാൻ നമ്മുടെ ദോശയ്ക്ക് പറ്റില്ലല്ലോ.
പിന്നെ ആ തിരുമേനി നിങ്ങൾക്ക് സ്ഥലം തരാൻ കൊടുക്കാത്തത് ശത്രുത കൊണ്ടല്ല. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഉണ്ണി ഗണപതി. അതിൽ അന്യ സമുദായക്കാർക്ക് വിശ്വാസം കാണില്ല എന്ന് വിചാരിച്ചിട്ടാണ് പാവൻ അത് നിങ്ങൾക്ക് തരാതെ നമ്മൾക്ക് തരാൻ കൊടുത്തത്. അല്ലേ? പാവമാണ്. സാഹിബ് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ നമ്മളുടെ സ്ഥലം സാഹിബിന്റെ കസ്റ്റമേഴ്സിന് കൂടി മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ വിട്ടുകൊടുത്തേനെ. നിങ്ങൾ ചോദിക്കാൻ കൊടുത്തോ? ഇല്ലല്ലോ. ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നമ്മൾ ദാ ഇപ്പോഴും പറയുന്നു സാഹിബിന്റെ കടയിൽ വരുന്ന കസ്റ്റമേഴ്സ് കൂടെ നമ്മളുടെ സ്ഥലത്ത് പാർക്ക് ചെയ്തോട്ടെ. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാർ തീരുമാനിക്കട്ടെ സാഹിബിന്റെ ബിരിയാണി തിന്നണോ നമ്മളുടെ ദോശ തിന്നണോ. അതെ, നിങ്ങളുടെ പൂർവികന്മാരാണ് നമ്മൾക്ക് മലയാള നാട്ടിൽ അഭയം തന്നത്. ഒരു അപേക്ഷയുണ്ട്, നമ്മളെ വെറുക്കാൻ കൊടുക്കരുത്. ഒരു കാര്യം പറയാൻ കൊടുക്കാൻ മറന്നു. 2 ദിവസം നമ്മൾ ഇവിടെ ഉണ്ടാവില്ല. നമ്മളുടെ പുതിയ കടയുടെ കോയമ്പത്തൂർ കടയുടെ ഉദ്ഘാടനമാണ്. അത് വരയ്ക്കും കടയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. പടച്ചോനോർത്ത് അങ്ങനെ പറയരുത്. നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലായി. എങ്കിലും ധൈര്യമായിട്ട് പോയിക്കോളെ. നമ്മളത് നമ്മുടെ സ്വന്തം കട പോലെ നോക്കിക്കോളെ കമ്മത്തമാരെ. അല്ല, കോയമ്പത്തൂർ കടയും കമ്മത്തമാര് തന്നെയാണോ ഉദ്ഘാടനം? അല്ലല്ല, അവിടെ നമ്മളല്ല, തമിഴ്നാട്ടിൽ നമ്മൾ അടിച്ചു പൊളിക്കാൻ കൊടുക്കും. അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ താരമാണ്, സൂപ്പർ സ്റ്റാർ ധനുഷ്.